വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ ചുക്കേതാ ചുണ്ണാമ്പേതാ ആ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പറഞ്ഞുകൊണ്ട് നടക്കുക. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ പരിഹസിച്ചല്ലേ, നമുക്കിപ്പോ ദേഷ്യം വരുന്നേ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും. പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാ കുഴപ്പമില്ലെന്ന്. ഇതെന്ത് സിസ്റ്റമാണെന്ന് ഇത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ടോ? അവൻ പറയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. അതേ ഒരുത്തനെ കൊല്ലം ആന്ന് കുഴപ്പമില്ല. എന്തോ പൂച്ചയും പട്ടിയാൻ പോലും കൊന്നു കഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും. മനുഷ്യനെ കൊല്ലുന്നതിന് അവിടെ കുഴപ്പമില്ലാത്തത്. കൊന്നു കളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ഇന്ന് കൊച്ചിയിൽ നടന്നൊരു സംഭവം ഞാനിന്ന് രഹസ്യമായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. മയക്കുമരുന്ന് പിടിച്ചപ്പോൾ രക്ഷകർത്താക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥന് 2 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തൊരു കേസ് ഇന്നലെ നടന്ന സംഭവം ഞാനിപ്പോൾ ഇന്ന് അറിയുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പോലീസുകാർ ഇതിൽ കൂട്ടു നിൽക്കുകയാണ്. ഇവിടെ അയാളുടെ വീട്ടിൽ പൂത്ത കാശിരിപ്പുണ്ട്, പക്ഷെ 50-50 ആദ്യം എനിക്ക്. അപ്പൊ സാറ് കള്ളന് കഞ്ഞി വെച്ചവനാണല്ലേ?